ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ പാലക്ക്, വലിയ ഉള്ളി, മുട്ട എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഓംലെറ്റ് റെഡിയാക്കിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിൻ്റെ ഒരു റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. ഇന്ന് പാലക്കിൻ്റെ ഇല മാത്രമായിട്ടാണ് ഞാൻ ഇതിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തണ്ടൊന്നും എടുത്തിട്ടില്ല, വെറും ഇല മാത്രം നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തണ്ടോടുക്കനെ കൂടി എടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഓംലെറ്റ് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെറും ഇല മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിൽ പച്ചമുളകോ അല്ലെങ്കിൽ മുളകും പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, പകരം ഉണക്കമുളക് ക്രഷ് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനി മുട്ടയാണ്, 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ പാലക്കിൻ്റെ ഇലയുടെ അളവും അതേപോലെ കൂട്ടണം. മുട്ടയുടെ അളവ് കൂട്ടുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചതെല്ലാം ഇട്ട് കൊടുക്കുക. പാലക്കിൻ്റെ ഇലയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് എല്ലാം കഴിയുമ്പോഴത്തേന് റെഡിയായി കിട്ടും. പെട്ടെന്ന് വാടി കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിൽ തണ്ടൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇല പെട്ടെന്ന് റെഡിയായി കിട്ടും. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. മുട്ടയിൽ ഉപ്പിട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇലയിൽ ഉപ്പിടുമ്പോൾ നോക്കണം, വളരെ കുറച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനെ വേവിച്ചെടുക്കാം. അടച്ചു വെക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒത്തിരി വെള്ളമായി പോവും. തുറന്ന് വെച്ച് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. എത്ര അധികം നമ്മൾ ഇല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും വാടി വരുമ്പോഴത്തേന് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മുട്ടയുടെ എണ്ണം കൂട്ടുമ്പോൾ ഇതേപോലെ പാലക്കിൻ്റെ ഇലയുടെ അളവും കൂട്ടി കൊടുക്കണം. ഇതേപോലെ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം വേണം മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചുറ്റുഭാഗം മുട്ടയാണ് വരേണ്ടത്. സെൻറ്ററിൽ വേണം ഈ ഇല വേവിച്ചത് വരാനായിട്ട്. ഇനി അതെല്ലാം ഒരു സ്പൂണ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലോട്ടെല്ലാം ഒന്ന് തിക്കി ഉള്ളിലോട്ടെല്ലാം ഒന്ന് ആക്കി കൊടുക്കണം. എങ്കിലേ മുട്ട നമുക്ക് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അടച്ചു വെച്ച് വേവിക്കരുത്, തുറന്ന് വെച്ചിട്ട് തന്നെ വേണം വേവിക്കാനായിട്ട്. അതേപോലെ ലോ ഫ്ലെയിമിൽ ഇടരുത്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അതേപോലെ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. എല്ലാം ഒന്ന് ചുറ്റിച്ചിട്ട് അങ്ങ് വെക്കാം. പിന്നെ അരുവിന് വരുന്നതെല്ലാം ഇങ്ങോട്ട് തിക്കി സെൻറ്ററിലോട്ടാക്കി കൊടുക്കാം. എല്ലാം ഉള്ളിലോട്ടെല്ലാം നല്ല പോലെ തിക്കിയിട്ട് ഉള്ളിലോട്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലെല്ലാം ഉണക്കമുളകെല്ലാം ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ക്രഷ് ചെയ്തത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എരിവിനായിട്ട് വേറെ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കാത്തതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊന്ന് തിക്കി ഉള്ളിലോട്ടാക്കി കൊടുക്കണം. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യണം.